മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മളിൽ പലരും പല രീതിയിൽ വിവരിക്കുന്ന രണ്ട് വാക്കുകളാണ് ദ്വൈതവും അദ്വൈതവും. യഥാർത്ഥത്തിൽ അദ്വൈതം എന്താണ്, ദ്വൈതം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ പലർക്കും ഉണ്ടെന്ന് തോന്നുന്നില്ല. പലരും പലരെയും കുറിച്ച് ആ രണ്ട് വാക്കുകൾ ഉപയോഗിച്ച് പറയാറുണ്ട്. ധാരാളം വ്യക്തികൾക്കൊരു ധാരണയുണ്ട്, അദ്വൈതമാണ് ഏറ്റവും ശ്രേഷ്ഠം, അതാണ് എല്ലാവരും സ്വീകരിക്കേണ്ടത്, സ്വീകരിക്കുന്നത്, സ്വീകരിക്കാറുള്ളത്. ദ്വൈതം എന്ന് പറയുന്നത് ലോവറാണ്, ഇൻഫീരിയർ ആണെന്നുള്ള ധാരണയുണ്ട്. ഇന്നലെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു വരിയുണ്ടായിരുന്നു. ഞാനത് വിവേകാനന്ദന്റെ കമന്റുകളുടെ കൂട്ടത്തിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായി. യഥാർത്ഥത്തിൽ ദ്വൈതം എന്ന് പറഞ്ഞാലും അദ്വൈതം എന്ന് പറഞ്ഞാലും ഒരു വ്യക്തിയുടെ വളർച്ചയിലെ രണ്ട് സ്റ്റേജുകളാണത്. ശരിക്കും വിവാഹത്തിന് മുമ്പുള്ള ശാരീരികാവസ്ഥ, വിവാഹത്തിന് ശേഷമുള്ള ശാരീരികാവസ്ഥ, അഡോളസെന്റിന് അപ്പുറത്ത്, അഡോളസെന്റിന് ഇപ്പുറത്ത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഏതാണ്ട് അതൊക്കെ തന്നെ പോലെ ഉള്ളതാണ് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത്. ദ്വൈതം ഞാനും ഈശ്വരനും ബന്ധമുണ്ടെങ്കിലും വേറെയാണ് എന്ന ധാരണ. കടലിൽ നിന്നൊരു ബക്കറ്റിൽ നമ്മൾ കുറച്ച് വെള്ളം എടുക്കുകയാണെങ്കിൽ കടൽ വെള്ളം ആണ് ബക്കറ്റിലുള്ളതെങ്കിലും കടലല്ല ബക്കറ്റിലുള്ളത് എന്ന് വിവരിക്കുന്ന സാധാരണ രീതിയിലുള്ള വിവരണമാണ് ദ്വൈതം. ഈ ദ്വൈതം അനുശാസിക്കുന്നവർക്കേ അമ്പലത്തിൽ പോകാൻ പോലും ന്യായീകരണം കണ്ടെത്താൻ സാധിക്കുള്ളൂ. എന്താ കാരണം അറിയോ? അമ്പലത്തില് ശ്രീകോവിലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, അല്ലെങ്കിൽ അങ്ങോട്ട് നോക്കിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എന്നെ നീ സംരക്ഷിക്കണം, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, നീ എന്നെ രക്ഷിക്കണം, എനിക്ക് വേണ്ടതെല്ലാം തരണം. അപ്പോൾ നീയും ഞാനും വേറെയാണ്, ഒന്നല്ല. അതാണ് ദ്വൈതം. നീയും ഞാനും ഒന്ന് എന്നറിയുന്ന ലെവല് വരുമ്പോ കുറേ അനുഭവ സമ്പത്തുക്കളും ആത്മീയമായിട്ടുള്ള ഉയർച്ചയും വളർച്ചയും ഉണ്ടെങ്കിലേ പിന്നീട് നമ്മൾ ഒന്നാണെന്ന് അറിയുള്ളൂ. പണ്ട് ഒരു യൂട്യൂബ് പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലഡുവായാലും ജിലേബി ആയാലും നമ്മൾ ഒരു ബ്രെഡ് എടുത്താലും അതിനകത്തെല്ലാം ടേസ്റ്റ് വ്യത്യാസമുണ്ട്, ഷേപ്പ് വ്യത്യാസം ഉണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ മോളിക്യൂളുകളിൽ നിന്ന് ആറ്റങ്ങളിൽ നിന്ന് താഴത്തേക്ക് പോയിട്ട് പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണിന്റെ ലെവലിലെത്തിയാൽ എല്ലാത്തിലുമുള്ളത് ഈ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ആണെന്ന് മനസ്സിലാക്കുമ്പോൾ എല്ലാം ഒന്നാണെന്ന് മനസ്സിലാവുന്ന ലെവലിലേക്ക് സയന്റിഫിക്കലി ഉയർന്നാലേ, അത് ആറ്റത്തിന്റെ ലെവലിലേക്കും പ്രോട്ടോണുകളുടെയും സബാറ്റമിക് പാർട്ടിക്കിളുകളുടെയും ലെവലിലേക്ക് നമ്മൾ ഉയർന്നാലാണ് എല്ലാം ഒന്നാണെന്ന തിരിച്ചറിവുണ്ടാവുന്നത്. അതല്ലെങ്കിൽ 1 കിലോ ലഡുവിനും 1 കിലോ ജിലേബിക്കും 1 കിലോ മൈസൂർ പാക്കിനും 1 കിലോ അലുവയ്ക്കും എന്താ വില വ്യത്യാസം? എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും കൊണ്ടല്ലേ എന്ന് നമ്മൾ ചോദിച്ചത് കൊണ്ട് പ്രയോജനമില്ല. വ്യാവഹാരിക ലെവലിൽ അതെല്ലാം മാറിയിരിക്കുന്നു. പാരമാർത്ഥിക ലെവലിൽ എല്ലാത്തിൻ്റെയും ആധാരം ഈ ആറ്റങ്ങൾക്ക് ഒരു ടേസ്റ്റുമില്ലാത്ത ആറ്റങ്ങൾക്കകത്തുള്ള പ്രോട്ടോണുകളും ന്യൂട്രോണുകളുമാണ്. ഇപ്പൊ ദ്വൈതം എന്ന് പറയുമ്പോൾ ഞാൻ വേറെ, ഈശ്വരൻ വേറെ.
അവിടെ നിന്ന് നമ്മൾ ഉയർന്ന് ആ പരമമായ ചൈതന്യത്തെക്കുറിച്ച് അറിഞ്ഞു കഴിയുമ്പോൾ, കഴിഞ്ഞ 3-5 പ്രഭാഷണങ്ങളിൽ ഞാൻ സയൻസും ഈശ്വരനും എന്ന വിഷയത്തെക്കുറിച്ച് വിവരിക്കുകയുണ്ടായി. ബയോകെമിസ്ട്രിയും ഈശ്വരനും എന്ന വിഷയത്തെക്കുറിച്ചൊക്കെ വിവരിക്കുകയുണ്ടായി. അപ്പൊ കുറേ നമ്മൾ ആത്മീയമായിട്ട് ഉയർന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, നമ്മളെ നമ്മളാക്കി ജനിപ്പിച്ചതും വളർത്തിയതും നിലനിർത്തുന്നതും തിരിച്ചു കൊണ്ടുപോകുന്നതുമെല്ലാം ഒരു ശക്തിയാണ്. ആ ശക്തി നമുക്ക് അകത്ത് തന്നെയാണുള്ളത്. അപ്പൊ നമ്മളിൽ നിലനിൽക്കുന്ന ശക്തിയും ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ശക്തിയും ഒന്ന് തന്നെയാണ്, രണ്ടല്ല എന്ന് തിരിച്ചറിയുന്ന ആ ലെവലിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അതിനെ അദ്വൈതം എന്ന് പറയും. ശ്രീനാരായണ ഗുരുദേവൻ 27 ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. 14 ക്ഷേത്രങ്ങൾ ശിഷ്യന്മാരെ കൊണ്ട് തൻ്റെ സാക്ഷി ഭാവത്തിൽ നിന്നുകൊണ്ട് പ്രതിഷ്ഠിപ്പിച്ചു. ഇപ്പോൾ അമ്പലം വേണം, അമ്പലത്തിലേക്ക് പോകണം, അമ്പലത്തിൽ തൊഴണം, പ്രാർത്ഥിക്കണം. അങ്ങനെ അനവധി കീർത്തനങ്ങളും പ്രാർത്ഥനകളും എഴുതി. അത് എഴുതുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അമ്പലം പ്രതിഷ്ഠിക്കുമ്പോഴും എല്ലാം ദ്വൈതഭാവം. അത് കഴിഞ്ഞ് ഉയർന്ന് ഇനി അമ്പലങ്ങൾ ആവശ്യമില്ല, നമ്മൾ അതിനേക്കാൾ ഉയരണം, നമുക്ക് ജാതിയില്ല. കാരണം അത് പരമമായ ഒന്ന് എന്നെത്തുന്ന അവസ്ഥ. ഒന്ന് എന്ന ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടല്ല, ഏകം സത് വിപ്രാഹ ബഹുധാ വദന്തി. ഒന്നായിട്ടുള്ള പരമമായ സത്യത്തെ പലരും പല രീതിയിൽ വിവരിക്കുന്നു. പരമമായ സത്യം ഒന്ന് മാത്രമാണ്. ഇനി ഉദാഹരണവും കൂടി പറയാറുണ്ട്. മലയാളത്തിലെ വെള്ളം എന്ന് പറയുന്നത്, തമിഴിലെ തണ്ണി എന്ന് പറയുന്നത്, ഓരോ ഭാഷയിലും ഓരോ വാക്കുകളിൽ പറയുമ്പോഴും പരമമായ സത്യം ഒന്ന് തന്നെയാണ്. ഏക ഏവ ഹി ഭൂതാത്മാ ഭൂതേ ഭൂതേ വ്യവസ്ഥിത ഏകദാ ബഹുദാ ചൈവ ദൃശ്യതേ ചലചന്ദ്രവത്. പരമമായ സത്യം ഒന്ന് മാത്രമാണ്. അത് പല ജലാശയങ്ങളിൽ പല രീതിയിൽ പ്രതിഫലിക്കുന്ന ചന്ദ്രനെ പോലെ സൂര്യനെ പോലെ പലതാണെന്ന് തോന്നുന്നു. തോന്നൽ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതെല്ലാം ഒന്നാണ്. യഥാർത്ഥത്തിൽ ചന്ദ്രൻ ഒന്നേ ഉള്ളൂ, സൂര്യൻ ഒന്നേ ഉള്ളൂ, റിഫ്ലക്ഷനാണ് കൂടുതലുള്ളത്. ഇപ്പൊ പരമമായ സത്യം ഒന്നാണെന്ന് തിരിച്ചറിയുന്ന ലെവലിലാണ് ശങ്കരാചാര്യരെത്തി അദ്വൈതത്തിന്റെ പ്രതീകാത്മകമായിട്ടുള്ള മനുഷ്യ ശരീരമായിട്ട്. ശ്രീനാരായണ ഗുരുദേവനും എത്തി. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാവണം. എൻ്റെ ഉള്ളിലായി കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഒന്നാണ്. ഇപ്പോൾ ഒന്നാവുന്ന അവസ്ഥയാണ്, ഒന്നായി എന്ന് ബോധ്യപ്പെടുന്ന അവസ്ഥയാണ് അദ്വൈതം. രണ്ടാണെന്ന് വിചാരിക്കുന്ന അവസ്ഥയാണ് ദ്വൈതം. അത് മാനസികമായിട്ടുള്ളൊരു ലെവലാണ്. ഓർമ്മിക്കുക, മാനസികവും ബുദ്ധിപരവുമായിട്ടുള്ള ലെവലാണ്. യാഥാർത്ഥ്യം എന്തായാലും വിരോധമില്ല. വീക്ഷിക്കുന്നത് രണ്ടായിട്ടാണെങ്കിൽ ദ്വൈതം, വീക്ഷിക്കുന്നത് ഒന്നായിട്ടാണെങ്കിൽ അദ്വൈതം. മനസ്സിൽ ആരാധിക്കുന്നത് രണ്ടായിട്ടാണെങ്കിൽ ദ്വൈതം, ആരാധിക്കുന്നത് എന്നിൽ തന്നെ ഉള്ള ചൈതന്യത്തെയാണ് ഞാൻ ആരാധിക്കുന്നത് എങ്കിൽ അദ്വൈതം. അപ്പോൾ ദ്വൈതവും അദ്വൈതവും തമ്മിലുള്ള പ്രത്യേകത വീക്ഷണത്തിലും ധാരണയിലുമാണ്. ഇനി ഇതിനിടയ്ക്ക് വിശിഷ്ടാദ്വൈതം എന്നുള്ളതുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്കത് വിവരിക്കാം. ഇപ്പോ ഈശ്വരനെയും എന്നെയും എന്നിലുള്ള ചൈതന്യത്തെയും പ്രപഞ്ചത്തിലുള്ള ചൈതന്യത്തെയും രണ്ടായിട്ട് കാണാനാണ് താല്പര്യമെങ്കിൽ, സാധാരണ ജനങ്ങൾ മുഴുവനും രണ്ടായിട്ടാണ് കാണുന്നത്, കാണേണ്ടത്. അതല്ലെങ്കിൽ ഈ അമ്പലങ്ങൾക്കൊന്നും അസ്തിത്വമില്ല. അമ്പലങ്ങളിലേക്ക് പോകുന്നത് അങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കാനാണ്, ഞാൻ അങ്ങോട്ട്, രണ്ടെണ്ണാണ്. ശങ്കരാചാര്യരും ആദ്യകാലങ്ങളിൽ അമ്പലങ്ങളിൽ പോയിരുന്നു, ഗുരുവായൂരിൽ പോയിരുന്നു. ഗുരുവായൂരിലെ പൂജാവിധികൾ എഴുതിയത് ശങ്കരാചാര്യരാണ്. ചോറ്റാനിക്കരയിലും അനവധി ക്ഷേത്രങ്ങളിൽ കാൽനടയായിട്ട് പോയിരുന്നു. അതിൻ്റെ അർത്ഥം ആദ്യഭാവം ശങ്കരാചാര്യരുടെയും ദ്വൈതം തന്നെയാണ്.
പിന്നീടാണ് അത് അദ്വൈതമായിട്ട് മാറിയതും മാറുന്നതും എല്ലാം ഒന്നാണെന്ന് തിരിച്ചറിയുന്നത്. മനുഷ്യന്റെ ബുദ്ധിപരമായ മാനസികമായ വളർച്ചയുടെ തന്നെ ഭാഗമാണ് ദ്വൈതത്തിൽ നിന്ന് അദ്വൈതത്തിലേക്കുള്ള പ്രയാണം എന്ന് പറയുന്നത്. ഒരു തരത്തിൽ നോക്കിയാൽ നമ്മളുടെ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നോക്കാം, 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞ് BA കഴിയുമ്പോൾ BA BSc ഒക്കെ ആവുമ്പോൾ ബാച്ചിലർ ഓഫ് സയൻസ്, ബാച്ചിലർ ഓഫ് ആർട്സ്, ഏത് സബ്ജക്റ്റ് എടുത്താലും ഡിഗ്രി ഒന്നാണ്. ആ ഡിഗ്രി ഒന്നില് ചേർത്ത് സബ്ജക്റ്റ് പറയും. MSc എത്തുമ്പോഴും അങ്ങനെയാണ്. എന്നാൽ PhD എത്തുമ്പോൾ സബ്ജക്റ്റ് പറയാറില്ല. ഡോക്ടർ ഓഫ് ഫിലോസഫി എന്നേ പറയാറുള്ളൂ. ഡോക്ടർ ഓഫ് ഫിലോസഫിയാണ്. ഇവിടെ സബ്ജക്റ്റ് പറയണ്ട, അവസാനത്തെ ഒറ്റ ലെവലിലെത്തി. പിന്നെ എഴുതുമ്പോൾ എഴുതാറുണ്ട് PhD ഇൻ ബയോകെമിസ്ട്രി, PhD ഇൻ എക്കണോമിക്സ് എന്ന് നമ്മൾ എഴുതാറുണ്ട്. സർട്ടിഫിക്കറ്റില് ഡോക്ടർ ഓഫ് ഫിലോസഫി PhD എന്ന് എഴുതാറുണ്ട്. അപ്പോ ഓർമ്മിക്കാനുള്ളത്, നമ്മൾ ജീവിതത്തിൽ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ് ദ്വൈതവും അദ്വൈതവും. അത് ഏതൊരു വ്യക്തിയുടെയും ഇന്റലക്ച്വൽ, അതുപോലെ തന്നെ നോളജ് വൈസ് സ്പിരിച്വാലിറ്റിയുടെ ഗ്രോത്തിന്റെ ഭാഗമാണ്. ഇത് പ്യുവർ സയൻസിലുമുണ്ട്. ഈ ഒരു ഉയർച്ച, സാധാരണയിൽ നിന്ന് മുകളിലേക്കുള്ള വളർച്ച എന്നുള്ളത് കൂടി മനസ്സിലാക്കാൻ സാധിച്ചാൽ ദ്വൈതവും അദ്വൈതവും പ്യുവർലി സയന്റിഫിക് ആണെന്നും 21ാം നൂറ്റാണ്ടിൽ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്നും നമുക്ക് ഉൾക്കൊള്ളാൻ, താല്പര്യമുള്ളവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നും മനസ്സിലാക്കാൻ സാധിക്കും. പ്രണാമം, നമസ്കാരം.